ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വെക്കേഷൻ ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് അമ്മയും ചേച്ചിയുടെ മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ നെന്മാറുള്ള പെറ്റ്സ് പാർക്ക് കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നെന്മാറ ഇത് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ ഗംഗോത്രി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ അടുത്താണ് കേട്ടോ ഈ പെറ്റ്സ് പാർക്ക് വരുന്നത്. ഇവിടേക്കുള്ള ഫീസ് എന്ന് പറയുന്നത് 150 രൂപയാണ് കേട്ടോ. പിന്നെ കുതിര സവാരി കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എക്സ്ട്രാ ഫീസും കൊടുക്കണേ. അപ്പോൾ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ നമുക്കിത് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയില്ല. കാരണം ചുറ്റിലും കൂടും കാര്യങ്ങളും അതിലൊക്കെ ജീവികളൊക്കെയാണ് കേട്ടോ. ആമ, പാമ്പ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇപ്പം നമ്മളെ മരത്തിൽ കാണുന്ന പാമ്പ് നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് സംഭവം ഫുഡ് എടുത്തിട്ട് റെസ്റ്റ് ചെയ്യുകയാണേ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ കയ്യിലൊന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കാം കേട്ടോ. അല്ലാണ്ട് കുറേ പാമ്പുകളുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമുക്ക് എടുത്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അടുത്തത് കയറിയത് ഒരു കിളിക്കൂടിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. വലിയൊരു കൂടാണ്, അതിൽ നിറയെ കിളികളുണ്ട് കേട്ടോ. തത്തമ്മ ഇനത്തിൽപ്പെട്ട എന്തൊക്കെയോ കിളികളാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ആ കൂടിൻ്റെ ഉള്ളിൽ കയറുകയാണെങ്കിൽ കിളികൾ നമ്മളെ തോളിലൊക്കെ വന്നിരിക്കും. ചില കിളികളൊക്കെ കൊത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ടായിട്ട് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാട്ടോ ഈ കിളിക്കൂടിൻ്റെ ഉള്ളിൽ പറയുന്നത്. കാരണം കിളികളൊക്കെ മേത്ത് വന്നിരിക്കുന്ന സമയത്ത് നമുക്ക് സൂപ്പർ ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ എന്തൊക്കെയോ തരം കോഴികൾ, കിളികൾ, പിന്നെ മുയലുകൾ, കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. കുഞ്ഞു മക്കളെയൊക്കെ കൊണ്ടുവച്ച് പോവുകയാണെങ്കിൽ ഭയങ്കര സൂപ്പറാണ്. കാരണം അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാകുമല്ലോ. പിന്നെ ഇതുവരെ നമ്മളെ നാട്ടിൽ കാണുന്നതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ജീവജാലങ്ങളുണ്ട് കേട്ടോ. പിന്നെ അതാ വലിയൊരു വെള്ളം ഒഴുകി വരുന്ന രീതിയിലാക്കിയിട്ട് അതിൽ നിറയെ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതും കാണാൻ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നേ. പിന്നെ ഇതൊരു സ്പൈഡറാണ്, അതും നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അവിടെ കണ്ടതിൽ ഏറ്റവും പാവം തോന്നിയൊരു ജീവി എന്ന് പറയുന്നത് നമ്മളെ ഗിനി പിഗ് ആണ് കേട്ടോ. അത് കുഞ്ഞുമക്കൾക്കൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ കുറേ നേരം അതൊക്കെ എടുത്തിരുന്നു. സ്വതവേ എനിക്ക് പെറ്റ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഇതിനെയൊക്കെ എടുക്കാൻ എനിക്ക് എന്തോ പേടിയായിട്ടോ. കാരണം നമ്മൾ വളർത്തുന്നതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ. ഇതൊരു പാമ്പിനെ എന്തായാലും കഴുത്തിലൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് കേട്ടോ. ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. കയ്യിലൊക്കെ ഇട്ട് വെച്ച് നോക്കാം, നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ് എടുക്കാം. അപ്പോൾ ശക്തിക്കും വെക്കണം പറഞ്ഞിട്ട് അവനും കഴുത്തിലൊരു പാമ്പിനൊക്കെ വെച്ച് നോക്കിയിട്ടോ. പിന്നെ ഉള്ളത് ഈ ഇഗ്വാനയാണ്. ഇതിനെ നമ്മളെ കയ്യിലൊക്കെ തരുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം, താഴെയൊന്നും വീഴ്ത്തരുത്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നല്ല സൂപ്പറാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഒരു തരം അണ്ണാനെ പോലെ തോന്നിക്കും കേട്ടോ. സംഭവം അതിൻ്റെയൊക്കെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറേ ജീവികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് നടക്കുകയാണ്. പിന്നെ ബംഗാൾ ക്യാറ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഈ ഒരു ഒട്ടക പക്ഷിയാണ് കേട്ടോ. നല്ല സൂപ്പർ ഒരു ഒട്ടക